മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് V1 ഷോപ്പിലേക്ക് ഹാർദവമായ സ്വാഗതം. നാളിതുവരെ സഹകരിച്ചതിന് നന്ദി, നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാത്രം കഴുകുന്നതിനും മറ്റ് പ്രതലങ്ങൾ തേച്ച് കഴുകുന്നതിനും ആവശ്യമായ സ്ക്രബ്ബറുകളെക്കുറിച്ചാണ്. ഇന്ന് വിപണിയിൽ ധാരാളം സ്ക്രബ്ബറുകൾ വിവിധ രൂപങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യകാലത്ത് നമ്മൾ സ്റ്റീലിൻ്റെ ചകിരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്റ്റീലിൻ്റെ റൗണ്ടിൽ വരുന്ന ഒരു ചകിരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഈ കാണുന്നത്. ഈ ചകിരിയാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് തേങ്ങയുടെ ചകിരിയും ചാരവും കൊണ്ട് പാത്രങ്ങൾ തേച്ച് കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പോയി. ഇന്നിപ്പോൾ ചകിരിയും ചാരമൊന്നും ആർക്കും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഇത് എക്സോയുടെ ഒരു സ്ക്രബ്ബറാണ്. ഇതിൽ നിന്ന് അപ്ഡേഷൻ വീണ്ടും വന്നു. ഇപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിയിട്ട്. ഈ ഷീറ്റ് 10 രൂപയാണ് വില. ഈ ഷീറ്റ് കൊണ്ട് പാത്രം തേച്ച് കഴിയുക, കയ്യിൽ കുത്തിക്കൊള്ളാതിരിക്കുകയും അതുപോലെ പാത്രങ്ങൾക്ക് ഉരച്ചിലുകൾ ഇല്ലാതെ വരെ സ്ക്രാച്ച് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ തലേണി പോലെയുള്ള ഈ സ്ക്രബ്ബറാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്ന സ്ക്രബ്ബറാണ്. നല്ല മൂവിങ് ഉള്ളതാണ്. പാത്രങ്ങൾ കഴുകാൻ സുഖമാണ്. നല്ല ഗ്രിപ്പുണ്ട്. എല്ലാം നല്ല രീതിയിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രബ്ബറാണിത്. ഇനി അടുത്തത് സ്പോഞ്ചും ഒരു ഹാർഡും കൂടി ചേർന്ന് വരുന്ന സ്ക്രബ്ബറാണിത്. ഇതും പാത്രം കഴുകാൻ, ഈ സ്പോഞ്ചുള്ള ഭാഗം ഗ്ലാസ് അതുപോലെ പ്ലേറ്റൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നു. ഈ ഭാഗം കട്ടിയുള്ള അഴുക്ക് പിടിച്ച സ്ഥലങ്ങൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ഇതുപോലെയുള്ള കഷ്ണമാണ്. ഇത് ഹാർഡാണ്. ഇത് പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ സ്പോഞ്ച് ഒരു വശത്ത് ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ, ഇതും പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം. വീണ്ടും കാണുക, ഞങ്ങളോട് സഹകരിക്കുക.